ഹലോ ഫ്രണ്ട്സ്, ക്ലിൻസ്റ്റെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോകുന്നത് മാർബിൾ ആർക്കൈവ്സ് ആണ്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. അത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്താണ് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഒരു പ്രൈവറ്റ് ഒരു ബോട്ട് ചെട്ടിയാണ്. അതായത് പ്രൈവറ്റ് ബോട്ടെന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് മീൻസ് വണ്ടിയുടെ സ്റ്റാൻഡൊക്കെ പോലെ ഒരു സ്ഥലമാണ്. നമുക്കിവിടെ ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ കാണുന്ന വെള്ളത്തിൽ നമുക്ക് ഇറക്കിയിട്ട് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഇവിടെ നമുക്ക് ബോട്ടിന് ഡീസൽ അടിക്കാനുള്ള സ്ഥലവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം. കണ്ടോ, അവിടെയാണ് കേട്ടോ നമ്മൾ ബോട്ട് ഇറക്കിയിട്ട്, അതായത് വണ്ടിയെ കൊണ്ടുവന്നിട്ട് ബോട്ട് ഇറക്കി നമ്മൾ ഇറക്കിക്കൊണ്ട് പോകുന്ന സ്ഥലം. അതുകൊണ്ട് ഇതുപോലെ ഇവിടെയൊക്കെ ഫുള്ള് നടക്കാനുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ. ഇതുണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും ബോട്ട് വെള്ളത്തിലൂടെ ഇറക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് ഇതുവഴി ഇങ്ങനെ വെള്ളത്തിലൂടെ ഇറക്കിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മളൊരു ബോട്ട് ഇത് വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അല്ല, വണ്ടിയുടെ ബാക്കിൽ ഉള്ളിൽ കെട്ടി വലിച്ചോണ്ട് വന്നേക്കുവാണ്. ഇതുണ്ട്, ഇതേപോലെ റിവേഴ്സ് ഇറക്കി നേരെ നമ്മൾ മുന്നേ കണ്ട സ്ഥലത്തോട്ട് ഇതുണ്ടോ അതൊക്കെ ഇത് വെള്ളത്തിലോട്ട് കൊണ്ടുപോയി ഇറക്കും. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ ഉപയോഗിക്കാം. അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ, രജിസ്ട്രേഷനും സ്പീഡും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ ഇത് മേളിൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഫുള്ളൊരു ഗ്രീനറി സെറ്റപ്പാണ് ഉണ്ട്. ഫുള്ള് വാക്ക് വേസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്ന് പോകാം. ഉണ്ട്, ചെറിയൊരു വഴിയാണ്. ഉണ്ട്, ഇവിടെ ഒരു കസേര ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു കല്ലിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. 2007 ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. ഏകദേശം 63 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു വാട്ടർ വേ ആണ് ഇത്. 1860 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അയർലൻഡിലെ വാട്ടർ വേ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് നമ്മുടെ നോർത്തേൺ അയർലൻഡിലെ UK നോർത്തേൺ അയർലൻഡിൻ്റെ ഏൻ നദിയും അതുപോലെ തന്നെ അയർലൻഡിലെ ഷാനോ നദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാട്ടർ വേ ആണ് ഇത്. ഏകദേശം 5 ടൗൺ അതുപോലെ 3 ഐലൻഡുകളാണ് ഇത് കടന്നു പോകുന്നത്. നമ്മുടെ സ്വന്തം ബോട്ടോ അല്ലെങ്കിൽ നമുക്ക് ബോട്ട് റെൻറ്റിനെടുത്തോ നമുക്ക് ഇതുവഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെയെല്ലാം അങ്ങോട്ട് ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് അങ്ങേ അറ്റം വരെ ബോട്ടുകൾ കിടക്കുന്ന കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ഒരു പ്രൈവറ്റ് ബോട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇതുണ്ട്, നമുക്ക് ഇവിടെ എല്ലാം കാണുന്നുണ്ട്. ബോട്ട് ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, നമുക്ക് ഓരോ ബോട്ടുകൾ വരുന്നതൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ, അവിടെ കണ്ടത് ഒരു ബോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലുണ്ട്, അവിടെ ഒരാൾ തന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ പോകുന്നുണ്ട്. അതുപോലെ ഇത് അവിടെ കാണുന്നത് നമ്മുടെ നേരെ ബാക്കിൽ ഇത് ആ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അത് ശരിക്കും ഡീസൽ അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ നമുക്ക് ഡീസൽ അടിക്കാം. ഇതെല്ലാം ഓരോ ബോട്ടിനെ പാർക്ക് ചെയ്യാനുള്ള സ്ലോട്ട് കാണാം കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ ഓരോരോ ബോട്ടിന് പാർക്ക് ചെയ്യാനുള്ളതാണ്. ഇതുണ്ട്, ഇങ്ങനെ ഇതുണ്ട്, ഇതിനിടയ്ക്ക് കണ്ടോ ഓരോ ബോട്ട് ഇതുപോലെ പാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിനപ്പുറത്ത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനപ്പുറത്ത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതുണ്ടോ, അവിടെയും അങ്ങേ സൈഡിലും നമുക്കുണ്ടോ, അവിടെയും കുറേ ബോട്ടുകൾ കിടപ്പുണ്ട്. ഇതുണ്ട്, ഇപ്പോൾ ആ ബോട്ട് വന്നിട്ട് ഇതുണ്ടോ അവിടെ ഇപ്പോൾ പാർക്ക് ചെയ്ത് പുള്ളി അത് വള്ളി കണ്ട് വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ബോട്ട് റെൻ്റ് എടുത്ത് ഉപയോഗിക്കാം. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഏകദേശം ഈ കാണുന്നൊരു സൈസുള്ള ബോട്ട്, അതായത് ഒരു 4 പേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബോട്ട് ഏകദേശം 3 ദിവസത്തേക്ക് 750 പൗണ്ട് ആ ഒരു റേറ്റൊക്കെയാണ് ഉണ്ട് വരുന്നത്. ഒരു ടൈപ്പ് ബോട്ടാണ് കേട്ടോ ഈ പോകുന്നത്. പഴയ സ്റ്റൈലാണ്. പണ്ടത്തെ ബോട്ടാണ്, ഫുള്ള് ഗ്ലാസും തടിയും പഴയൊരു വിൻറ്റേജ് സെറ്റപ്പ് ഒരു ബോട്ടാണ് കേട്ടോ പോകുന്നത്. അവർ ശരിക്കുന്നുണ്ടോ, ഇത് ഡീസലിൻ്റെ സ്ഥലമാണ് കേട്ടോ. ഡീസൽ അടിക്കുന്നുണ്ടോ ആ കാണുന്നത്, ഇതുണ്ടോ അവിടെ ഡീസൽ അടിക്കുന്നതാണ്. അവിടുന്ന് ഡീസൽ അടിച്ചിട്ട് അവർ പോകുന്നതാണ് കേട്ടോ. അതുണ്ടോ ഒരു ബോട്ട് തിരിക്കുകയാണ്. ഇതുണ്ടോ, നമ്മളിപ്പം ഇങ്ങേ സൈഡിൽ വന്നു കേട്ടോ. ഇതുണ്ടോ, നമ്മൾ ഡീസൽ അടിക്കുന്ന സ്ഥലത്ത് വന്നു. ഇതുണ്ടോ, ഇതാണ് ഡീസൽ അടിക്കുന്നത്. ഡീസൽ അടിക്കുന്നതിൻ്റെ ഓസാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇതുണ്ടോ, നമ്മൾ അവിടെയാണ് മുമ്പ് വന്നത്. ഇതുണ്ട്, അടുത്തൊരു ബോട്ട് ഉണ്ട് വന്നിട്ട് അവിടെ പാർക്ക് ചെയ്യാണ്. ഇവിടെ 5 എഴുതി വെച്ചേക്കുന്നത് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റാണ് കേട്ടോ. 5 knots എന്നാണ് പറയുക. അതായത് ഏകദേശം 6 miles per hour ഇവിടെ ബോട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മളിവിടെ ബോട്ട് ഓടിക്കുന്ന മുന്നേ ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് അതുപോലെ ഓരോ നമ്പറുണ്ട് ഓരോ ബോട്ടിന്. അത് നമ്മൾ ശരിക്കും ബോട്ടിൽ ഡിസ്പ്ലേ ചെയ്യണം, എന്നിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി മാർബിൾ ആർക്കൈവ്സിലേക്ക് പോവാണ്. നമുക്കിനി ഒരു 1/2 മണിക്കൂർ കൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം.
അപ്പോൾ നമുക്ക് മാർബിൾ ആർച്ച് കേവ്സിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.